പ്രിയമുള്ള കുട്ടികളെ, നാളെ സി ബി എസ് സിയുടെ ഇംഗ്ലീഷ് എക്സാമിനേഷനാണ്. അപ്പോൾ ആ സി ബി എസ് സിയുടെ ഇംഗ്ലീഷ് എക്സാമിനേഷന് പോകുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു സി ബി എസ് സിയിൽ വളരെ കാലം ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കുറച്ച് വാക്കുകൾ കുറച്ച് നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മുമ്പിലുള്ള ഇംഗ്ലീഷ് പേപ്പറിൽ നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അത് നിങ്ങളൊരിക്കലും ആ ഒരു പരീക്ഷയിൽ തോൽക്കില്ല. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ തേങ്ങയടിച്ച് പ്രാർത്ഥിച്ചാൽ പോലും നിങ്ങൾ ഇംഗ്ലീഷിന് തോൽക്കില്ല. കാരണം അത്രമാത്രം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന വിധം അതിനകത്തുണ്ട്. കാരണം ഇംഗ്ലീഷിൽ ഏകദേശം 20ഓളം മാർക്ക് സ്കൂൾ തരുന്നതാണ്. യഥാർത്ഥ ടീച്ചർമാരൊരിക്കലും നിങ്ങളോട് ബ്രൂട്ടാവില്ല. നിങ്ങളോട് വളരെയധികം നല്ലൊരു എമൗണ്ട് മാർക്ക് നിങ്ങളുടെ ടീച്ചർ 20 മാർക്കിൽ ഏകദേശം ഒരു 10, 15, 19 മാർക്ക് 20 മാർക്കോളം നിങ്ങൾക്ക് സ്കൂൾ ഗ്രാൻഡ് ചെയ്ത് തരും. പിന്നെ 80 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യേണ്ടത് ഒരു 10 മാർക്ക് 10-15 മാർക്ക് മതി. അതെന്തായാലും നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനെ കുറിച്ച് ഒരാൾക്കും ഭയപ്പാടില്ല. പക്ഷേ ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊരു 90-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ചില പ്രത്യേക ടെക്നിക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 90 മാർക്കിന് മുകളിലാണ്. ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ആർബിട്രറി വാല്യുവേഷൻ ഉണ്ടാകുന്നത് ലാംഗ്വേജിൻ്റെ ഫീൽഡിലായതുകൊണ്ടും ആർബിട്രറി വാല്യുവേഷൻ ഏറ്റവും കൂടുതൽ ലാംഗ്വേജിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോന്നും ഒരു ലക്കൊക്കെ വേണമെങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ ഒരു ലക്കൊക്കെ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേപ്പർ കയ്യിൽ കിട്ടുന്ന ഇവാലുവേറ്റ് ചെയ്യുന്ന അധ്യാപകൻ മാനസികപരമായ ആ സമയത്തെ ഇമോഷൻസും ഒക്കെ നിങ്ങളുടെ മാർക്കിന് പ്രധാനപ്പെട്ട ഘടകമാണ് എങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് 90 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യണമെങ്കിൽ. പിന്നെ ഇംഗ്ലീഷിലുള്ള സി ബി എസ് ഇ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ അഹങ്കാരമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഞങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് ഞങ്ങൾ എഴുതുന്നതെല്ലാം ആൻസറാണ്, ഞങ്ങൾക്ക് മാർക്ക് കിട്ടും, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട് സി ബി എസ് ഇ കുട്ടികളുടെ കൂട്ടത്തിൽ. അതവർക്ക് ഇംഗ്ലീഷ് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ LKG മുതൽ തന്നെ ഇംഗ്ലീഷ് ഞങ്ങൾ പഠിച്ചു വരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എഴുതുന്നതൊക്കെ ഇംഗ്ലീഷാണ് എന്നൊരു ധാരണയുള്ള കുട്ടികളും ഇവിടെ തന്നെ ഉണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു 90 മാർക്കിന് മുകളിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചില ക്ലിപ്പുകൾ. ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുക കോംപ്രിഹെൻസീവ് സെക്ഷൻ. അപ്പോൾ സ്കൂളിൽ ടീച്ചർമാരൊക്കെ നിങ്ങളോട് പറയാറുണ്ട്, ആദ്യം നിങ്ങൾ ലിറ്ററേച്ചർ എഴുതിയിട്ട് ഗ്രാമർ എഴുതണം, ലാസ്റ്റിൽ വന്ന് കോംപ്രിഹെൻഷൻ എഴുതിയാൽ മതി എന്ന ഒരു ന്യായം മിക്കവാറും സ്കൂളുകൾ പഠിപ്പിച്ചു വിടുന്നുണ്ട്. അത് ചിലപ്പോൾ ഡേഞ്ചറായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത മേഖലയാണ് കോംപ്രിഹെൻഷൻ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അൺറീഡ് പാസേജുകളാണ് ഏറ്റവും കൂടുതൽ അവിടെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാസേജ് ആദ്യം നിങ്ങളുടെ ഫ്രഷ് മൈൻഡോടുകൂടി എഴുതുന്നതാണ് നല്ലത്. അവസാനം വളരെ ഡിസിസീവായ മണിക്കൂറുകളിലൂടെ അല്ലെങ്കിൽ മിനിറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കോംപ്രിഹെൻഷൻ സെക്ഷൻ വായിക്കുമ്പോൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും അതിൻ്റെ തീമുകളിലേക്ക് പോകുന്നതിനും അതിൻ്റെ കൺസൈസ് ആൻസറുകളിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങൾ വളരെയധികം പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നെ അവസാനം ഇത് എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് കോംപ്രിഹെൻസീവ് പാസേജസ്. അതുകൊണ്ട് നിങ്ങൾ ഓർഡറാണ്. ഞാനെപ്പോഴും എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ഓർഡറിൽ എഴുതും. എന്തിനാണ് റിവേഴ്സ് ചെയ്തൊക്കെ എഴുതാൻ പോകുന്നത്? നിങ്ങൾ ഓർഡറിൽ എഴുതി പഠിക്കണം. അല്ലാതെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉത്തരങ്ങളാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇത് കൂടുതൽ പഠിച്ചു ഇത് കൂടുതൽ പഠിച്ചു, ഇതൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇംഗ്ലീഷ് പരീക്ഷയാണ് എഴുതുന്നത്, അതുകൊണ്ട് അത് ഓർഡറിൽ എഴുതൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ തന്നെ എഴുതി പോകാൻ ശ്രമിക്കുക.
പിന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ മുമ്പിലുള്ള കോംപ്രിഹെൻഷൻ പാസേജ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം. ഓരോന്നിനും ചില പ്രത്യേക ടാക്റ്റിക്കുകളുണ്ട്. മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില പ്രത്യേക ടാക്റ്റിക്കുകളുണ്ട്. ആ ടാക്റ്റിക്കുകൾ നിങ്ങൾ വളരെ നല്ലതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാനും കഴിയും എന്നുള്ളതിന് സംശയമില്ല. ഇംഗ്ലീഷ് അത്രമാത്രം ഹാർഡായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. CBSEയിൽ നിങ്ങൾ എത്രമാത്രം കെയർഫുള്ളാണ്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് എഴുതാൻ നല്ലതുപോലെ എഴുതാൻ കഴിയുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് CBSEയിൽ ഇംഗ്ലീഷ് എക്സാമിനേഷനുകളുള്ളത്. ആദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത് 2 പാസേജുകളാണ്. ഒന്ന് ഒരു ഡിസ്കസീവ് പാസേജ് ആയിരിക്കാം, മറ്റൊന്ന് ഒരു കേസ് ബേസ്ഡ് അല്ലെങ്കിൽ ഫാക്ച്വൽ പാസേജ് ആകാം. അപ്പോൾ ഈ പാസേജുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിലുള്ള പാസേജ് ഒന്ന് സ്കിം ചെയ്യണം. സ്കിം ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ക്വിക്ക് റീഡിംഗ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ക്വിക്ക് റീഡിങ്ങിന് ശേഷം നിങ്ങൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് വരണം. ആ ചോദ്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. ബിഫോർ ഡൈവിങ് ഇൻ ടു ദ പാസേജ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ബീയിങ് ആസ്ക്ഡ്. എന്താണ് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഹെൽപ്സ് യു ടു ഫൈൻഡ് ഔട്ട് ദ പാസേജ് വെരി വെൽ ആൻഡ് ആൾസോ ഇൻക്ലൂഡിങ് ദ തീം ആൻഡ് ദ മെസ്സേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പാസേജിലേക്ക് ജമ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ പാസേജിലേക്ക് വീണ്ടും വരിക. പാസേജിലേക്ക് ആദ്യത്തെ സ്കിമ്മിംഗ് എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ സ്കിം ചെയ്യാൻ എടുക്കരുത്. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് വരിക, ക്വസ്റ്റ്യൻസിന് ശേഷം വീണ്ടും പാസേജിലേക്ക് വരിക. അതിനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്ലോ ആയിട്ട് വായിക്കുക. ഒത്തിരി സ്പീഡ് വേണ്ട, കുറച്ച് സ്ലോ ആയിട്ട് വായിക്കുക. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള തീമുകളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ നിങ്ങളൊരു സ്കാനിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ നല്ല ഒരു സ്കാനിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡീപ്പ് സ്കാനിങ് ആണ്. കാരണം അവിടെ ഒരു ഡീപ്പ് സ്കാനിങ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ആൻസറിന് വേണ്ടിയാണ്, ആൻസറിന് വേണ്ടി വായിക്കുകയാണ്. അപ്പോൾ ആ മൂന്നാമത്തെ റീഡിങ് നിങ്ങൾ നല്ലതുപോലെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് ആവശ്യം. സ്കാൻ ചെയ്ത് അതിൻ്റെ പോയിന്റുകൾ മനസ്സിലാക്കി ഓരോ ചോദ്യത്തിനും ഉത്തരം നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ എഴുതുക. അപ്പോൾ ഇവിടെയും ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നു, ആൻസർ ഇൻ യുവർ ഓൺ വേർഡ്സ്, ഹാവിങ് ദ മെയിൻ ഐഡിയ ഓഫ് ദ ആൻസർ. അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഒന്ന് കോപ്പി ചെയ്ത് അവോയ്ഡ് കോപ്പിങ് ഡയറക്ട്ലി ദ ആൻസർ. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. അപ്പം യു ക്യാൻ ടേക്ക് ദ മെയിൻ ഐഡിയ ഓർ ദ തീം ഫ്രം ദാറ്റ് പോയിന്റ് ആൻഡ് ദെൻ മേക്ക് ദ ആൻസർ ഇൻ യുവർ ഓൺ സ്റ്റൈൽ ആൻഡ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, ഒരു ചോദ്യത്തിന് പിന്നെ ഞാൻ പറഞ്ഞു ആ ഒരു പാസേജ് നിങ്ങൾ വായിക്കുമ്പോൾ ഒരു 15 മിനിറ്റിൽ കൂടി 2 പാസേജുകളുണ്ട്. ഒരു പാസേജിന് ഒരു 15 മിനിറ്റ് എടുത്തോളൂ, അടുത്ത പാസേജിന് ഒരു 15 മിനിറ്റ് എടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഒരു 10, 25, 30 മിനിറ്റിൽ കൂടുതൽ, 25 ഒക്കെയാണ് മാക്സിമം, അതിൽ കൂടുതൽ അല്ലെങ്കിൽ 30 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും ഈ കോംപ്രിഹെൻഷൻ സെക്ഷന് വേണ്ടി ചിലവഴിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ടാർഗറ്റഡ് സ്കാനിങ് ഉണ്ടായി. അതിനകത്ത് ആൻസറുകളൊക്കെ നിങ്ങൾ എഴുതുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കൽ ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളത് സീക്വൻസായിട്ട് വളരെ സീക്വൻസായിട്ട് എഴുതി പോകണം. അത് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ 4, 3, 5 ഒക്കെ എഴുതാതെ അതൊരു സീക്വൻസായിട്ട് എഴുതി പോവുക, അല്ലെങ്കിൽ സ്പേസ് വിടുക. അതിൻ്റെ ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്പേസ് വിടുക, സ്പേസ് വിട്ടിട്ട് എഴുതുക. ആ ആൻസറിൻ്റെ സ്പേസ് എത്ര സ്പേസ് വേണം എന്നുള്ളത് വിട്ടിട്ട് എഴുതി പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല രീതിയിൽ വേണം നിങ്ങളെ കോംപ്രിഹെൻഷൻ സെക്ഷൻ എഴുതി കൊടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ ഒരു വളരെ ഫേമസ് ആയിട്ട് കമൻറ്റ് ഉണ്ട്, ബ്രീവിറ്റി ഈസ് ദ സോൾ ഓഫ് വിറ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ആൻസർ വളരെ കൺസൈസ് ആയിരിക്കണം. കണ്ടല്ലോ, വളരെ ചുരുക്ക രൂപത്തിലുള്ളതായിരിക്കണം എപ്പോഴും പാരഗ്രാഫിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ, കോംപ്രിഹെൻഷൻ സെക്ഷൻ ആൻസർ ചെയ്യുമ്പോൾ. അപ്പോൾ ടു ബി കൺസൈസ്ഡ് ആൻഡ് ആൾസോ ടു ബി വെരി പ്രിസിസീവ്, വളരെ പ്രിസിസീവ് ആയിരിക്കണം ആൻസർ. അപ്പോൾ ഒരിക്കലും ആ ഇൻഫർമേഷന് വെളിയിലേക്ക് ഡോണ്ട് ആഡ് യുവർ ഓൺ ഐഡിയ, നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ. മറ്റെവിടെ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കരുത്. എന്ത് ഇൻഫർമേഷനാണോ അവിടെ ഉള്ളത് ആ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട്, ആ ഡാറ്റയെ ബേസ് ചെയ്തിട്ടുള്ള ഉത്തരങ്ങൾ വേണം
നിങ്ങളവിടെ എഴുതി കൊടുക്കണം. ദെൻ റിലൈ ഓൺ ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് എനിക്ക് പാസേജ് അറ്റൻഡ് ആ ഒരു കോംപ്രിഹെൻഷൻ സെക്ഷനിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഉപദേശം. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമറാണ്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രാമർ ആൻഡ് റൈറ്റിംഗ് ആണ്. ഗ്രാമർ ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഗ്രാമറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള ടെൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട്. യു ഷുഡ് ഫോക്കസ് ഓൺ അല്ലെങ്കിൽ യു മസ്റ്റ് ഫോക്കസ് ഓൺ ടെൻസ്, ദ ആപ്ലിക്കേഷൻ ഓഫ് മെഡാൽസ്, അതുപോലെ തന്നെ ഡിറ്റർമിനേഴ്സ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ഇത് ഇത്രയുമാണ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, ഇത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗ്രാമറിൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും സെക്ഷനുകൾ ക്ലിയർ ആയിട്ട് ചെയ്യാം. ഒന്ന് ടെൻസ്, രണ്ട് ദ ആപ്ലിക്കേഷൻ ഓഫ് മൊഡൽ ഓക്സിലറീസ്, പിന്നീട് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്, പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ ഞാൻ പറഞ്ഞ ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ പല സംഗതികളുണ്ട്. ഞാൻ ദിസും ദാറ്റും ദീസും ദോസും ആർട്ടിക്കിൾസും ഒക്കെ ഡെമോൺസ്ട്രാറ്റീവ്സും ആർട്ടിക്കിൾസും WH വേർഡ്സും ക്വാണ്ടിറ്റിയെ കാണിക്കുന്ന വേർഡുകളും ഒക്കെ ഡിറ്റർമിനൻസാണ്. നമ്പേഴ്സും ഒക്കെ ഡിറ്റർമിനൻസാണ്. അപ്പോൾ ആ ഡിറ്റർമിനൻസുകൾ സ്യൂട്ടബിളായിട്ട് മനസ്സിലാക്കുക ഒന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത് ആ ഒരു കാര്യം ശ്രദ്ധിക്കും. വളരെ കെയർഫുൾ ആയിരിക്കണം നിങ്ങൾ ഗ്രാമർ ചെയ്യുമ്പോൾ. എല്ലാ നമ്മളൊരു ചെസ് കളിക്കാരനെ പോലെയാണ് ഗ്രാമർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഓരോ ആസ്പെക്റ്റുകളും ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഗ്രാമറിൻ്റെ ആൻസറിലേക്ക് പോകാൻ. പ്രത്യേകിച്ച് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ് മറന്നു പോകുന്നത്. ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അത് മനസ്സിലാക്കുക. ഗ്രാമർ ചെയ്യുമ്പോൾ ഇത്രയും സെക്ഷനുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ക്ലിയർ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂന്നാമത്തെ സെക്ഷനിലേക്ക് ഞാൻ അതിനെ പറഞ്ഞു വന്നത് നിങ്ങളുടെ ലിറ്ററേച്ചർ സെക്ഷൻ. കുട്ടികളൊക്കെ പിന്നെ പറയുന്നൊരു സംഗതിയുണ്ട്, ഞങ്ങൾക്ക് ലിറ്ററേച്ചറൊക്കെ അറിയാം. പക്ഷേ ലിറ്ററേച്ചറാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് ഞാൻ അവരോട് പറയും. കാരണം ലിറ്ററേച്ചർ നേരത്തെ ഉള്ളത് വളരെ ഡിറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ലിറ്ററേച്ചർ വളരെ കൂടുതൽ ഹാർഡ് ക്വസ്റ്റ്യൻ, ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യപ്പെടുന്നു. പ്രത്യേകിച്ചും 6 മാർക്കിനുള്ള 4 ചോദ്യങ്ങളും ഓപ്ഷണലാണ്. 2 എഴുതണം. 2 ടെക്സ്റ്റുകളുണ്ട്. ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ അതിന് അടുത്തൊരു ചോദ്യം അതിന് ഫുഡ് പ്രിൻറ്റ്സ് വിതൗട്ട് ഫീറ്റ്, അങ്ങനെ ഒരു പുസ്തകവും കൂടി. അപ്പോൾ ഈ 2 ചോദ്യങ്ങളിൽ നിന്ന് ഒരു 6 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഡിറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് അവോയ്ഡ് ചെയ്തിട്ട് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസിലുള്ള ക്വസ്റ്റ്യൻസാണ് അവിടെ ആഡ് ചെയ്യുക. അത് നിങ്ങൾ സ്വന്തമായി ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ആ ഒരു നല്ലതുപോലെ സ്റ്റോറിയെ മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ തീം മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ മെസ്സേജ് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിൻ്റെ ടോൺ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം അതിൻ്റെ ആൻസർ ചെയ്യാൻ. എന്തെങ്കിലും എഴുതി വെച്ചാൽ അവിടെ മാർക്ക് കിട്ടില്ല. ഓർത്ത് വെച്ചോളൂ, അത് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, നിങ്ങൾ യാതൊരു കാരണവശാലും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഫെയിലാവില്ല. അതിന് തീർച്ചയായിട്ടും യു ഷുഡ് പാസ്. അതുകൊണ്ട് യു ഷുഡ് ബി പാസ്ഡ്. നിങ്ങളൊരിക്കലും തോക്കില്ല. അതുകൊണ്ട് അതും ഉറപ്പിച്ചോളൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കിൽ ബേസ്ഡ് വേണം ഇത് അറ്റൻഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സെക്ഷനുകളിലും ലിറ്ററേച്ചർ യൂണിറ്റിലെ ആ ലിറ്ററേച്ചർ പാർട്ടിലെ എല്ലാ യൂണിറ്റുകളിലും അത് എക്സ്ട്രാക്റ്റ് തരുമ്പോൾ, ആ ഒരു എക്സാപ്റ്റ് തരുമ്പോൾ അതിനകത്ത് ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഉണ്ട്. അതുപോലെ തന്നെ 6 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഹൈ ഓർഡർ തിങ്കിങ് സ്കിൽസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ ഫലപ്രദമായി അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നിങ്ങളുടെ ലിറ്ററേച്ചർ സെക്ഷനിലെ മാർക്കുകൾ. അപ്പോൾ അതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. അതിൽ കീ ആയിട്ടുള്ള തീം മനസ്സിലാക്കണം, കീ ആയിട്ടുള്ള വേർഡ്സ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ ഉത്തരം എഴുതുന്നതാണ് നല്ലത്. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെച്ച വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് ഞാൻ നിങ്ങളോട് വീണ്ടും അഡ്വൈസ് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ നിങ്ങൾ ഫിഗറേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആർക്കൈക്ക് ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും ലിറ്ററേച്ചറിൽ. അത് കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എഴുതുക. നിങ്ങളുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിന് പകരം ഒരു നല്ല
ഫിഗറേറ്റീവ് ഓർ അക്കൈക്ക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിലേക്ക് പോകുമ്പോൾ ആൻസർ ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആവും. പിന്നീട് നിങ്ങൾ വളരെ നല്ലതുപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഈ വളരെ ഇവിടെ ആൻസർ വളരെ ചുരുക്ക രൂപത്തിലുള്ളതായിരിക്കണം. ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ദെൻ ഓരോ ഫേസിലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകണം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പരീക്ഷയെ അറ്റൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. പിന്നെ നിങ്ങൾ ലിറ്ററേച്ചർ സെക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും അതിൻ്റെ ക്യാരക്ടേഴ്സ് വളരെയധികം ശ്രദ്ധിക്കണം. അതിൻ്റെ സെൻട്രൽ തീം വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ ഇവൻറ്റുകൾ ലെസണിൽ ഉള്ള ഇവൻറ്റുകൾ വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതിൻ്റെ ടോണ്, അതിൻ്റെ അത് ആപ്റ്റ് ഹെഡിങ്, ഹൗ ആപ്റ്റ് ദ ഈച്ച് ടൈറ്റിൽ ഈസ്, അത് നിങ്ങൾ വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു കീ ഫോക്കസ് ടെക്സ്റ്റിനകത്തെ കുറച്ച് കീ വേർഡുകളൊക്കെ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. നിങ്ങളുടെ ആൻസേഴ്സ് വളരെയധികം റെലവൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അതിൽ ഒരു 2 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കളയരുത്. പിന്നെ ഒരു ആൻസറിന് ശേഷം നിങ്ങളുടെ ആൻസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ കീ വേർഡ് ഒന്ന് വരച്ചിട്ടിരിക്കുന്നത് നല്ലതാണ്. പിന്നീട് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഓരോ ആൻസറിന് ശേഷവും അതിനെ മറ്റേ ആൻസറിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഒരു വര വരച്ചിരിക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓരോ ആൻസറിന് ശേഷവും ഒരു വര കൊണ്ട് അതിനെ മറ്റേ ആൻസറിൽ നിന്ന് ഡിവൈഡ് ചെയ്തേക്കുക. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് എസ്സേ എഴുതാൻ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷൻ എഴുതാൻ കഴിയട്ടെ. നിങ്ങൾ വളരെ ഓർഡർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പരീക്ഷ ആശംസിച്ചുകൊണ്ട് വളരെ നല്ലതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.